സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? നമസ്കാരം. ഗാനം ഗാനാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി സിന്ധു ആണ്. സിന്ധു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സിന്ധു എവിടെ താമസിക്കുന്നത്? ഞാൻ തിരുമല കഴിഞ്ഞിട്ട് പെരുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ. വീട്ടിൽ അമ്മയും ഞാനും രണ്ടുപേരും തന്നെ. മ്യൂസിക് എങ്ങനെ കുഞ്ഞുനാൾ മുതലേ? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ഒരു മ്യൂസിഷ്യനാണ്, എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കുന്നത്. പക്ഷേ ആ ഒരു നമുക്കതിൻ്റെ ഒരു ഇത് കിട്ടില്ല. ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ എൻ്റെ പപ്പ മരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ, ആദ്യം ഗ്രാൻഡ് ഫാദർ മരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പപ്പ മരിക്കുന്നു. പപ്പ വൈദ്യുതി എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പപ്പയ്ക്കും മ്യൂസിക്കില് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം ഗ്രാൻഡ് ഫാദറിൻ്റെ ആണ്. കാരണം യേശുദാസിൻ്റെ ഫാദറിൻ്റെ, അഗസ്റ്റിൻ സാറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കച്ചേരി, ഈ ജലതരംഗം ഉണ്ടല്ലോ, അത് നല്ലപോലെ വായിക്കുമായിരുന്നു. എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ പേര്? FD ലോറൻസ്. ഓക്കെ ഓക്കെ. അപ്പോൾ സിന്ധു എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക്? പണ്ടേ ഇങ്ങനെ പാടും, പള്ളിയിൽ കൊയറിലൊക്കെ പാടിക്കൊണ്ടിരുന്ന്. അന്നേരം പിന്നെ കുറച്ച് നാൾക്ക് ബ്ലോക്കായി. പിന്നെ ടീച്ചറായിട്ടാണ് കുറച്ച് നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മാലുവയ്ക്കലും കോളേജസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം കൊറോണ സമയത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഏജ് ഓവറായിട്ടുള്ള കുറച്ച് ഈ ക്ലാസ് എടുക്കുന്ന ശാസ്ത്രമംഗലത്തിൽ പെരിങ്ങനാട് രാജൻ സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് 2 വർഷം ക്ലാസിക്കൽ പഠിക്കാൻ പോയി. അത്രയ്ക്കുള്ളൊരു ബേസേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ബ്ലെസ്സിങ്സ് പോലെ പാടും. അതെ 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 അതെ. അപ്പം മ്യൂസിക് അങ്ങനെ നമുക്ക് പഠിച്ചാലേ പാടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞപ്പം നമുക്ക് അതിന്റെ കാര്യം അറിയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നമുക്ക് എടുക്കുന്ന ക്ലാസ് ത്രോട്ടിനകത്ത് ചെറിയ ചെറിയ വെയിൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മറ്റേ വർണ്ണം അതൊക്കെ പഠിക്കണം, മധ്യസ്ഥായി സാരസ്ഥായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സാർ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ, അന്നേരം പോലെ നിങ്ങൾക്ക് അറിയാത്തതാണ് ത്രോട്ട്. പ്രാക്ടീസ് നമ്മൾ എത്ര ചെയ്യുന്നു അത്രയും ത്രോട്ട് ക്ലിയർ ആവും. അതെ അതെ. അപ്പൊ സിന്ധുവിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലൂടെ തുടങ്ങാം. ഞാൻ എസ് ജാനകിയുടെ പപ്പയുടെ സ്വന്തം അപ്പോസിലെ പാട്ട്. ഓക്കെ ഓക്കെ. പൂവസന്തം പൊന്നുപൂശും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളി പൊൻ മഞ്ചമുന്നിൽ നിനക്കുമുടാൻ പുതപ്പു നെയ്യാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ. എൻ പൂവേ പൊൻപൂവേ ആയിരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ ആവേ. ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ ഈ ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ? മെലോഡീസ് ആണ്. അത് ഫസ്റ്റ് സെലക്ഷൻ കേട്ടപ്പോൾ തന്നെ തോന്നി. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? പിന്നെ ഇപ്പോഴത്തെ പാഷൻ കേക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വർക്ക് ചെയ്തിരുന്ന ടീച്ചറായിട്ട് ഹോളി മാവേലിക്കരയിലുണ്ടായിരുന്നു, ഇവിടെയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു ഹാർട്ട്, പിന്നെ അമ്മയുടെ ആയിരുന്നു, അമ്മയ്ക്ക് ഹാർട്ട് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട്. എന്ത് സബ്ജക്റ്റ് ആയിരുന്നു? കിൻഡർ ഗാർഡൻ. ഇപ്പോഴും ഫുൾ എൻഗേജ് ആണ് പല കാര്യത്തിലോട്ടൊക്കെ. അതെ അതെ. അത് അങ്ങനെ ആയിരിക്കണമല്ലോ. വെറുതെ ഇരിക്കുന്ന ചാരിറ്റി അങ്ങനത്തെ ഒക്കെ
ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? മ്യൂസിക് പഠിക്കുന്നുണ്ടോ? പാട്ട് എല്ലാ മാസവും എൻഡിൽ നമുക്കൊരു മ്യൂസിക് ഗ്രൂപ്പുണ്ട് അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ. അവിടെയൊക്കെ പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഇതുപോലെ പാടാൻ വിളിക്കുമ്പം പാടും. പ്രോഗ്രാംസിനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആരെ അങ്ങനെ ഏതെങ്കിലും സിംഗേഴ്സുമായിട്ട് അങ്ങനെ പാടിയ എക്സ്പീരിയൻസ്? പാടിയ എക്സ്പീരിയൻസ് അത് കേൾക്കാനുണ്ടായിരുന്നു വേണുഗോപാൽ സാറിൻ്റെ. ശരി ശരി. ജി വേണുഗോപാൽ സാറിൻ്റെ മുമ്പിൽ പാടേണ്ടത്. അപ്പം ഒരു നന്നായിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോൾ തയ്യാറായിട്ട് വന്നില്ല. ഏത് പാട്ട്? പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൂട്ടിമെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ മന്ദാരങ്ങൾ പൊന്നും തിങ്കൾ പോറ്റും മാനേ. വേണുട്ടൻ്റെ മുന്നിൽ പാടിയതാണെന്നോ? അത് ശരി. വേണുട്ടൻ, അഫ്സല് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് ഇതുപോലെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞാണ്. അപ്പം അവർ പറഞ്ഞ് റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നാൽ സെലക്ഷൻ ഉള്ളതാണ്. പക്ഷെ എനിക്ക് ആ സ്റ്റേജിൽ പാടിയതിനും കാട്ടി ആ റിഹേഴ്സൽ ക്യാമ്പിൽ സാങ്ഷൻ തന്നതിലാണ് കീബോർഡിസ്റ്റ് പറഞ്ഞ് പഠിക്കാൻ സ്റ്റേജിൽ കയറ്റിക്കോളാൻ പറഞ്ഞ് പാടുന്നുണ്ടെന്ന്. അതിലാണ് എനിക്കൊരു അതെ അതെ. വേണുട്ടനും ഞങ്ങളുമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ട്. കാരണം ജി വേണുഗോപാൽ ഫാൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ദുബായിൽ ഉണ്ട്. അത് വഴുതക്കാട് ഞങ്ങളുടെ നെയ്ബറാണ്. ശരി. ഞങ്ങളുടെ വീട് ആദ്യം വഴുതക്കാടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണുട്ടനായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്. വേണുഗോപാൽ ഉണ്ടായിരുന്നു, അന്ന് ശശി തരൂർ സാറുണ്ടായിരുന്നു. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പം പാട്ട് പഠിക്കുന്നുണ്ടോ കണ്ടിന്യൂ ചെയ്യണം, ഓഡിയൻസിൻ്റെ റിപ്പോർട്ട് വന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകളാണോ കൂടുതൽ? ഇല്ല, ചിത്രാമ്മയുടെയും. ചിത്ര ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചതാണല്ലോ, കോട്ടൺ ഹില്ല്. അപ്പം എനിക്കൊരു ചാൻസ് വന്ന് ചിത്ര ചേച്ചിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത്. പക്ഷെ ആ ചിത്ര ചേച്ചി അത് ശ്രദ്ധിച്ചില്ല. അത് വെച്ച് വേറൊരാളുടെ ഞാൻ പറഞ്ഞപ്പോൾ ആ ഫോട്ടോ ചിത്ര ചേച്ചിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു, അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല. തൊട്ടടുത്ത് നിന്ന് എടുക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വന്നത്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പാടിയല്ലോ, കാർമുകിൽ വർണ്ണൻ. ഓക്കെ. ഞാനെൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകമഖിലായി പുകഴ്ച്ചും. ഞാനെൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകമഖിലായി പുകഴ്ച്ചും. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ. നീ എന്നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കൃഷ്ണ 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 കൃഷ്ണ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ. ഈ പാട്ടൊക്കെ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണല്ലേ ശരിക്കും. ചിത്ര ചേച്ചി പാടിയത് ഒരു വല്ലാത്ത പാട്ട് തന്നെയാണ്. അതെ. അപ്പോൾ പിന്നെ എന്താണ് ഇനി മ്യൂസിക് അങ്ങനെ പോകണം, പാട്ടും പിന്നെ കുറച്ച് സോഷ്യൽ വർക്കുണ്ട്. വിളിക്കുന്നിടത്തൊക്കെ ചിലപ്പം ചാരിറ്റി ആയിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ കുറച്ച് റിലേറ്റീവ്സൊക്കെ നമുക്ക് പരിചയം ഇങ്ങനെ ഡോക്ടേഴ്സ് ആയാലൊക്കെ പറയുമ്പോൾ അവർക്ക് ആ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഞങ്ങൾ കുറേ പാവങ്ങൾക്ക് 30 പേർക്ക് ഞങ്ങൾ ആഹാര സാധനങ്ങൾ ഒക്കെ നമ്മൾ കൊണ്ടു കൊടുത്തായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു മേഖലയിൽ കൂടെ ഇങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പാട്ട് എൻജോയ് ചെയ്തു നമ്മളിങ്ങനെ പോകുന്നു.
ചാരിറ്റബിൾ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷമുള്ള കാരണം നമ്മൾ അപ്പോഴേ നമ്മൾ അറിയുള്ളൂ നമുക്കിടയിൽ താഴെയുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ സന്തോഷം അവർ സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മുഖത്തെ സന്തോഷമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ അല്ല ഇത് പേര് കേൾക്കണം അല്ല അതല്ല, നമുക്കത് പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ബെഡനായിട്ട് കിടക്കില്ല എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. അത് മാത്രമേ ഉള്ളൂ. വെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾ കുറേ ഇപ്പം ഇങ്ങനെ ചാറ്റ് ചെയ്യണതുകൊണ്ട് അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ചെയ്യുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ എന്റെ ഒരു സന്തോഷം. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അമ്മയുടെ ഉദരത്തിലായപ്പോഴും അവിടെ എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, പറ്റുള്ളൂ എന്ന് പറയാം. എന്നാലും ഒരു ദൈവത്തിന് മുമ്പിൽ അതെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ ഒരു നേരായ വഴിയിൽ അങ്ങ് പോവുക. പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്. അതെ തീർച്ചയായിട്ടും. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ സിന്ധു? അങ്ങനെ ചെയ്യണം, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെടാൻ പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ എന്നെ വേറൊരു ഹിന്ദി ഓക്കെ. मेरे ख्वाबों में जो आए आंखें मुझे चढ़ जाए, मेरे ख्वाबों में जो आए आंखें मुझे चढ़ जाए, उसे कहो कभी सामने तो आए, मेरे ख्वाबों में जो आए आंखें मुझे चढ़ जाए, उसे कहो कभी सामने तो आए, मेरे काबू में जो आए. ഹിന്ദി പഠിപ്പ് നല്ല പവറായിരുന്നല്ലോ സിന്ധു. ഹിന്ദിയാണോ കൂടുതൽ? പാടും. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത്? ഇങ്ങനത്തെ മെലോഡിയസ് ആയിട്ടും പിന്നെ എനിക്ക് കംഫോർട്ട്സ് വേണം. എന്നാലും മറ്റേ ഒരു വേറെ വീർ സാറിന്റെ പാട്ടിന് ഭയങ്കര ഇതായിരുന്നു. ലതാ മങ്കേഷ്കർ, ഉദിത് നാരായൺ. तेरे लिए हमने जी होठों को सिए, तेरे लिए हमने जी हर आंसू पिए, दिल में मगर चलते रहे चाहत में जिए, तेरे लिए तेरे ഹിന്ദിയും മലയാളവും ഒക്കെ നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. തമിഴൊന്നും പാടും? തമിഴുണ്ട്, പക്ഷെ അത് ഒരു കൺഫ്യൂഷനുണ്ട്. രണ്ടിലേയും പാടാം. ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே, ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலுண்டு வந்திடுமே, நம்பிக்கை என்பது வேண்டும் நம் வாழ்வில், லட்சியம் நிச்சயம் வேண்டும் வருவாள், മനമേ ഓ മനമേ നീ മാറിവിട്. ഓക്കെ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷം സിന്ധു. എന്തായാലും സിന്ധുവിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ സോഷ്യൽ വർക്കും മ്യൂസിക്കും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഒത്തിരി സന്തോഷം. അപ്പോൾ അടുത്ത അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. താങ്ക് യു.